നമസ്കാരം. മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. 1978-ൽ വെള്ളിത്തിരയിൽ എത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ 350-ൽ പരം കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, തെന്നിന്ത്യയിൽ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നരേന്ദ്രൻ എന്ന വില്ലനായി നിന്ന് ബറോസിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥയെ പോലെയാണ്. മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ തിരക്കുകളിലായിരുന്നു മോഹൻലാൽ. ഇത്രയും വർഷം അഭിനേതാവ് നിർമ്മാതാവ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് സംവിധായകനായി മാറിയിരിക്കുകയാണ് താരം. ബറോസ് എന്ന പേരിൽ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ ക്രിസ്തുമസിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ സിനിമയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പോലും ബറോസ് എന്ന സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ വിമർശനങ്ങൾക്കും മോഹൻലാൽ മറുപടി നൽകുകയാണ് ഇപ്പോൾ. മോഹൻലാൽ ഇതുവരെ ചെയ്തു വെച്ച പല കഥാപാത്രങ്ങളും പലതും മറ്റൊരാൾക്ക് തൊടാൻ പോലും കഴിയാത്ത അത്രയും ഉയരത്തിലാണ്. അഭിനയത്തിലേക്ക് എത്തിയപ്പോൾ മോഹൻലാൽ വലിയൊരു മാന്ത്രികനായിട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. സിനിമയുടെ സാങ്കേതികതയെക്കുറിച്ചും അറിയുന്ന മോഹൻലാൽ 40 വർഷത്തെ തന്റെ പരിചയ സമ്പന്നതയിൽ നിന്നാണ് ബറോസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത്. തന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് റിലീസായ അതേ ദിവസം ഡിസംബർ 25-നാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തിയത്. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. അതേസമയം വളരെ മോശമായി ബറോസിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയവരും ഉണ്ടായിരുന്നു. ദ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്ക് മോഹൻലാൽ മറുപടി നൽകി. കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ 3D ഫിലിം ആണെന്നാണ് ബറോസിനെ കുറിച്ച് ടീം പറഞ്ഞിരുന്നത്. എന്നാൽ കുട്ടികൾക്ക് പോലും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന രീതിയിലായിരുന്നു വിമർശനം. പക്ഷെ സിനിമയെ വിമർശിക്കുന്നതിന് മുൻപ് അത് കാണണമെന്ന് മോഹൻലാൽ പറയുന്നു. 4 ദശാബ്ദങ്ങളായി സിനിമയിലുള്ള ആളെന്ന നിലയിൽ സമൂഹത്തിന് ഞാൻ തിരിച്ചു നൽകിയ സിനിമയാണ് ബറോസ്. സിനിമ കണ്ടവരെല്ലാം അത് ആസ്വദിച്ചു. എന്നാൽ ഇതുവരെയും സിനിമ കാണാത്തവർ ചിലർ അതിനെ വിമർശിക്കുന്നു. സിനിമയെ വിമർശിക്കുന്നതിന് മുൻപ് അതിനെപ്പറ്റി ചില വശങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹോളിവുഡ് സിനിമ പ്രൊഡക്ഷനുകൾ ഉപയോഗിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോ ടെക്നിക്കുകളോ ഉപയോഗിച്ച് ഒരുക്കിയ സിനിമയാണ് ബറോസ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന് പരിമിതികളുണ്ട്. സിനിമ തീർത്തും ലളിതമായ പരീക്ഷണവും അസാധാരണമായ കഴിവുള്ള എന്റെ ടീമിന്റെ എളിയ ശ്രമവും മാത്രമാണ്. 400 വർഷം പഴക്കമുള്ള ആത്മസംരക്ഷകന്റെ കഥയാണ് ബറോസിൽ സംസാരിക്കുന്നത്. പോർച്ചുഗീസ് നാടോടി കഥകളുടെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞിരിക്കുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നു.